ദൈവരൂപേ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോ മിശിഹായിൽ സ്നേഹ വാത്സല്യമുള്ളവരെ, പരിശുദ്ധ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർന്നു വരുന്ന നമ്മൾ ഓരോരുത്തരും യേശുവിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരാണ്. ഈശോ ഇന്നത്തെ വിശുദ്ധ ബലിയിലെ തിരുവചന ഭാഗത്തിലൂടെ യുഗാന്ത്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യുഗാന്ത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നോഹിൻ്റെയും ലോത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകുന്ന നിരവധിയായിട്ടുള്ള നന്മകൾ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ എളിയ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്നതായിരിക്കണം. ആകയാൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകാതെ ദൈവോന്മുഖമായി ജീവിക്കുവാനുള്ള ഒരു ശക്തമായ ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ആകയാൽ ഈ നവംബർ മാസത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ അനുസ്മരിച്ചുകൊണ്ട് അവർക്കു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹപ്രകടനമാണ് നമ്മുടെ എളിയ പ്രാർത്ഥനകൾ. ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ നമുക്കും പ്രാർത്ഥിക്കാം. ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർ, മരണമടഞ്ഞു പോയ പ്രിയപ്പെട്ടവർ ഏറ്റവും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാൻ വേണ്ടി സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം യേശുവിലുള്ള ദിവ്യകാരുണ്യ ഭക്തിയിലുള്ള ആ വിശ്വാസവും സ്നേഹവും കൂടുതൽ ആഴപ്പെടുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നാം യാചിച്ചുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ഈ ബലിക്കായി നമുക്കൊരുങ്ങാം. സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഏകജാതന്റെ പെസഹ രഹസ്യം വഴി മനുഷ്യപരിത്രാണകർമ്മം അങ്ങ് പൂർത്തീകരിച്ചുവല്ലോ. കൂദാശിയുടെ അടയാളങ്ങളിലൂടെ
ക്രിസ്തുവിൻ്റെ മരണവും ഉദ്ധാനവും വിശ്വാസപൂർവം പ്രഖ്യാപിക്കുന്ന ഞങ്ങൾ അങ്ങേ രക്ഷയുടെ അഭിവൃദ്ധി നിരന്തരം അനുഭവിക്കുവാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്, പിതാവിൽ നിന്നും നാം സ്വീകരിച്ച കൽപ്പനയ്ക്കനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. അല്ലയോ മഹതി, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, ഒരു പുതിയ കൽപ്പനയായിട്ടല്ല, ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാനിത് എഴുതുന്നത്. നാം പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നേഹം. നാം അവിടുത്തെ കൽപ്പനകളനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ, ആരംഭം മുതലേ നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും വളരെയധികം വഞ്ചകർ ലോകത്തിലിറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവരാണ് വഞ്ചകരും അന്തിക്രിസ്തുവും. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടുവാൻ ശ്രദ്ധിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ ലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുവാനും പിതാവും പുത്രനുമുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുന്നതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സോദോമിൽ നിന്നും ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്നും തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസങ്ങളിലും. ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ
താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. തൻ്റെ ജീവനെ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രി ഒരു കട്ടിലിൽ 2 പേരുണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവേ, എവിടേക്ക് എന്നവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യട്ടെ. ആമേൻ. അൾത്താരയിലാത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ നിൻ സന്നിധിയിൽ വരുന്നു. അൾത്താരയിലാത്മബലിയായി അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ നിൻ സന്നിധിയിൽ വരുന്നു. ഈ കാഴ്ചവസ്തുക്കൾക്കൊപ്പം കൺവശമില്ലാത്തരത്യം. ഈ കാഴ്ചവസ്തുക്കൾക്കൊപ്പം കൺവശമില്ലാത്തരത്യം. എല്ലാം പൊറുക്കുന്ന ചിത്തം വല്ലഭ കാഴ്ചയായേകാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെയും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ആഘോഷിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങനെ കാരുണ്യത്തിൻ്റെ കൂദാശ ഞങ്ങൾക്ക് ഐക്യത്തിൻ്റെ അടയാളവും ഉപവിയുടെ ഉടമ്പടിയുമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അന്ത്യ അത്താഴത്തിൽ അവിടുന്ന് തൻ്റെ അപ്പോസ്തലന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ കുരിശിൻ്റെ രക്ഷാകരമായ ഓർമ്മ നിത്യമായി തുടരാൻ കറയറ്റ കുഞ്ഞാടായ തന്നെ സമ്പൂർണ്ണ സ്തുതിയുടെ സ്വീകാര്യദാനമായി അങ്ങേക്ക് സമർപ്പിച്ചു. ആരാധ്യമായ ഈ രഹസ്യത്താൽ പരിപോഷിതരായ അങ്ങ് വിശ്വാസികളെ അങ്ങ് വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ ഒരേ ലോകത്തിൽ വസിക്കുന്ന മനുഷ്യകുലത്തെ ഒരേ വിശ്വാസം പ്രകാശിപ്പിക്കുകയും ഒരേ സ്നേഹം ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത്രയേറെ വിസ്മയനീയമായ കൂദാശയുടെ മേശയെ ഞങ്ങൾ സമീപിക്കുന്നു. അങ്ങനെ അങ്ങേ കൃപയുടെ മാധുര്യത്താൽ നിറഞ്ഞ് സ്വർഗീയ മാതൃകയുടെ സാദൃശ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങയെ ആരാധിച്ചുകൊണ്ട് നവ്യഗാനം ആലപിക്കുന്നു. ഞങ്ങളും മാലാഖമാരുടെ സർവ്വസൈന്യങ്ങളുമൊത്ത് അവിരാമം ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ, നിരന്തരം മുഴങ്ങുന്നു വാനിലേവം. ഇഹ പരമഖിലവും അഖിലേശ്വരാ, മഹിമയാൽ നിറയുന്നു നിരുപമ
ഉത്തമമേ. ഓശാന ഈശനു സദതം. ഓശാന ഓശാന ഓശാന. പ്രിയമുള്ളവരെ, നമ്മുടെ ഇരു കരങ്ങൾ കൂപ്പി ഈ വിശുദ്ധ ബലിയിലെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള നിമിഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ ധന്യ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും കൃപകൾ വർഷിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ വസിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ഈ ബലിപീഠത്തിൽ അവരെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപകൾ നമുക്ക് യാചിക്കാം. ഒപ്പം നമ്മളിൽ നിന്നും വേറെ പിരിഞ്ഞു പോയവരെ നമുക്ക് ഓർക്കാം. അവരെയും ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അവരുടെ മേൽ കരുണ വർഷിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. പ്രാർത്ഥനാപൂർവം കൂദാശ വചനങ്ങളിലേക്ക് ഭക്തിപൂർവം നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപതധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദികരോടും സന്യസ്ത ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ നമുക്ക് ഓർക്കാം. അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിലും മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും
ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്തെ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വരും നിന്നായി ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടം അരുൾ ചെയ്ത അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ.
സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിന്മാരിൽ ചാർത്താം. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിന്മാരിൽ ചാർത്താം. ബാബാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാൻ. ബാബാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാം. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം എൻ്റെ ഈശോയെ നിൻ കീർത്തനം. സ്നേഹത്തൂവലാൽ ഞാനൊരുക്കാം എൻ്റെ ഈശോയെ ഒരുവൻ കിരീടം. എൻ്റെ ഈശോയെ ഒരു വെൺകിരീടം. സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം എൻ്റെ ഈശോയെ നീ വരും വഴിയിൽ. സ്നേഹപ്പൂന്തന്നൽ വിശറിയൊരുക്കാം ഈശോയ്ക്കിളം തെന്നലേകാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വിരുന്നിലെ പങ്കാളിത്തം ഞങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ വഴി ഞങ്ങൾ സാഹോദര്യത്തിൽ ഒന്നായി ചേർക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. യേശുവിനാത്മാവേ പരന്നിറങ്ങണമേ, ദേവാലയത്തിലും എൻ ഭവനത്തിലും എൻ ഹൃദയത്തിലും വന്നു വാഴണമേ. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, കനിവിൻ കുദാശയേ, സ്നേഹസായുജ്യമേ, ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന. യേശുവിനാത്മാവേ ശുദ്ധീകരിക്കണമേ, എന്നാത്മാവിലെ പാപക്കറകളെല്ലാം കഴുകിക്കളയണമേ, നേർവഴി കാട്ടണമേ. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, കനിവിൻ കുദാശയേ, സ്നേഹസായുജ്യമേ, ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന. യേശു
യേശുവിനാത്മാവേ സൗഖ്യമേ ഗണമേ എൻ ദേഹിയിലും എൻ ദേഹത്തിലും ജീവൻ പകരണമേ അഭിഷേകമേകണമേ ദിവ്യകാരുണ്യമേ ദേവസ്നേഹമേ കനിവിൻ കുദാശയേ സ്നേഹസായുജ്യമേ ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന യേശുവിനാത്മാവേ പരന്നിറങ്ങണമേ ദേവാലയത്തിലും എൻ ഭവനത്തിലും എൻ ഹൃദയത്തിലും വന്നു വാഴണമേ ദിവ്യകാരുണ്യമേ ദേവസ്നേഹമേ കനിവിൻ കുദാശയേ സ്നേഹസായുജ്യമേ ആരാധന ആരാധന ആരതി ആരാധന ആരതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗീയ മന്നയായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാലാഖമാരുടെ ഭോജനമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവർണ്ണനീയ ദാനമായ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവനാൾ ജപം നാം ചൊല്ലുമ്പോൾ നമ്മുടെ എല്ലാ സ്വകാര്യ നിയോഗങ്ങളെയും ഈ ബലിപീഠത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തൊഴിൽ മേഖലകളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ പഠന മേഖലകളെയും തൊഴിൽ മേഖലകളെയും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഇന്ന് പല മേഖലകളിലും പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ കൊറോണ വൈറസിൻ്റെ ആ ആഴവും വേദനയുമെല്ലാം അനുഭവിക്കുന്ന ധാരാളം മക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരെയും നമുക്ക് ഓർമ്മിക്കാം. അതുപോലെ ഈ ആശ്രമ ദേവാലയത്തിൽ ദിവ്യകാരുണ്യത്തിന് തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെട്ട എല്ലാ അപേക്ഷ കത്തുകളെയും ഓർക്കാം. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോ എല്ലാ മക്കൾക്കും അനുഗ്രഹം വർഷിക്കണമേ എന്ന ഏറ്റവും വലിയ ആഗ്രഹത്തോടുകൂടി ഈ നവനാൾ പ്രാർത്ഥനയിലേക്ക് നമുക്ക് ഭക്തിപൂർവം പ്രവേശിക്കാം. ഓ ദിവ്യകാരുണ്യനാഥനായ യേശുവേ, പാപികളും അയോഗ്യരുമായ ഞങ്ങളുടെ മധ്യേ സ്നേഹപൂർവം എഴുന്നള്ളിയിരിക്കുന്ന ഈ സ്വർഗീയ ദിവ്യ സാന്നിധ്യത്തിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. യുഗാന്ത്യം വരെ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നരുൾ ചെയ്ത ദിവ്യകാരുണ്യനാഥ, ഞങ്ങൾക്കെന്നും അഭയവും ആശ്വാസവും അരുളുവാനായി അങ്ങ് ദിവ്യകൂദാശിയിൽ വസിക്കുന്നുവെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. പരിശുദ്ധ ജനനിയോടും സകല മാലാഖമാരോടും
മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവ സ്വഭാവവും അടങ്ങിയിരിക്കുന്ന ഈ കൂദാശയിലൂടെ അങ്ങയെ തന്നെ പൂർണ്ണമായും ഞങ്ങൾക്ക് നൽകുന്നുവല്ലോ. അന്ത്യ അത്താഴ സമയത്ത് അപ്പവും വീഞ്ഞുമെടുത്ത് അങ്ങയുടെ തിരുശരീര രക്തങ്ങളാക്കി ശിഷ്യന്മാർക്ക് നൽകിയല്ലോ. ഓരോ ദിവ്യബലിയിലും അങ്ങ് ഈ ആത്മദാനം ആവർത്തിക്കുന്നുവെന്നും ഓരോ ദിവ്യകാരുണ്യ സ്വീകരണത്തിലും അങ്ങേ തൃക്കരങ്ങളിൽ നിന്ന് ഈ മഹാദാനം ഞങ്ങൾ നേരിട്ട് സ്വീകരിക്കുന്നു എന്നുമുള്ള ബോധ്യം അങ്ങ് ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത കർത്താവേ, നീട്ടിയ കരവുമായി തിരുവോസ്തിയിൽ അങ്ങു ഞങ്ങളെ സ്നേഹപൂർവം മാടി വിളിക്കുന്നുവല്ലോ. ക്ലേശങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ തളർത്തുമ്പോൾ ഉറ്റവരും ഉടയവരും ഞങ്ങളിൽ നിന്ന് അകലുമ്പോൾ ആലംബമില്ലാതെ അലയുമ്പോൾ ഒരിക്കലും പറ്റാത്ത സ്നേഹത്തിന്റെ നീരുറവയായി അങ്ങ് ദിവ്യ സക്രാരിയിൽ ഞങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. തകർന്ന സ്വപ്നങ്ങളും നിരാശയുടെ ഭാരവുമായി എമ്മാവുസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരുടെ നയനങ്ങൾ തുറന്ന ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളുടെ ജീവിത വീഥികളിൽ ഇരുൾ പടരുമ്പോൾ ഹൃദയം ആകുലതകളാൽ നിറയുമ്പോൾ ഞങ്ങൾക്ക് വചനത്തിന്റെ പ്രകാശം നൽകി ഹൃദയം ജ്വലിപ്പിക്കുകയും തിരുശരീര രക്തത്താൽ ഞങ്ങളുടെ നയനങ്ങൾ തുറക്കുകയും ചെയ്യണമേ. മനുഷ്യ മക്കളോടുകൂടെ ആയിരിക്കുന്നതാണ് എന്റെ സന്തോഷമെന്ന് അരുൾ ചെയ്ത കർത്താവേ, സ്നേഹത്തോടും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും മുഴുവനായും അങ്ങേക്കു ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയ ചൈതന്യവും വിശ്വാസത്താൽ സ്ഥിരതയും സുഹൃത അഭ്യാസത്താൽ പുരോഗതിയും രോഗങ്ങളിൽ സൗഖ്യവും വേദനയിൽ ആശ്വാസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശിഷ്യ ഈ ആരാധനയിൽ ഞങ്ങൾ യാചിക്കുന്ന നിയോഗം, നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ നിയോഗങ്ങൾ മൗനമായി നമുക്കിപ്പോൾ സമർപ്പിക്കാം. അങ്ങയുടെ ഉപരിമഹത്വത്തിനും ഞങ്ങളുടെ ജീവിത നന്മയ്ക്കും ഉപകരിക്കുന്നതാണെങ്കിൽ സാധിച്ചു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യനാഥയായ പരിശുദ്ധ അമ്മയുടെ തിരുവുദരത്തിൽ നിന്ന് ജന്മം പ്രാപിച്ച യേശുവേ, കുരിശിൻ ചുവട്ടിൽ വെച്ച് അങ്ങയോടൊപ്പം ബലിയായി മാറിയ മറിയത്തെ പോലെ ഞങ്ങളും ബലിയാകുവാൻ വരമരുളണമേ. ഈ അമ്മ ഞങ്ങളെ അനുദിനം അങ്ങയോട് കൂടുതൽ അടുപ്പിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനകൾ. നിത്യജീവന്റെ അപ്പമായ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ ജീവനിൽ പങ്കുചേരുവാനും അവിടുത്തെ ജീവന്റെ സമൃദ്ധി ലോകം മുഴുവനും നിറയുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സജീവ ദൈവത്തിന്റെ പുത്രനായ യേശുവേ, അങ്ങയുടെ ദിവ്യകാരുണ്യ രഹസ്യങ്ങൾ നിത്യവും യോഗ്യതയോടുകൂടി ആഘോഷിക്കുവാൻ തിരുസഭയ്ക്ക് വരമരളണമെന്നും അങ്ങയുടെ അഭിഷിക്തരെ വിശുദ്ധിയിൽ നിലനിർത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിയുടെയും സമാധാനത്തിൻ്റെ രാജാവായ യേശുവേ, ഞങ്ങളുടെ രാഷ്ട്ര നേതാക്കളും ഭരണാധികാരികളും നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരായി തീരുവാനുള്ള കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് സ്വയം സമർപ്പിച്ച ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളുടെ സമൂഹത്തിലെ യുവതി യുവാക്കൾ എളിമയിലും വിശുദ്ധിയിലും വിധേയത്വത്തിലും അനുദിനം വളർന്നു വരുവാൻ കൃപയേകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവ്യാഔഷധവും നിത്യജീവന്റെ ഭോജ്യവുമായ യേശുവേ, ആത്മീകവും മാനസികവും ശാരീരികവുമായ രോഗങ്ങളാൽ വലയുന്നവരെ അവിടുത്തെ മുറിപ്പാടിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ സൗഖ്യവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ ദിവ്യകാരുണ്യേശുവേ, തിരുക്കുടുംബ ആശ്രമ ദേവാലയത്തിൽ അങ്ങയെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനുമായി അങ്ങയുടെ തിരുസന്നിധിയിൽ അണയുന്ന ദിവ്യകാരുണ്യ ഭക്തരായ എല്ലാ വിശ്വാസികൾക്കും ശാന്തിയും സമാധാനവും ജീവിത സമൃദ്ധിയും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവർണ്ണനീയദാനമായ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ തിരുസന്നിധിയിൽ എഴുതിയിട്ടിരിക്കുന്ന അപേക്ഷകളെയും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ അനന്ത കൃപയാൽ സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ഇരു കരങ്ങൾ കൂപ്പി ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനാഥൻ നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും തിരിച്ചറിയുന്നവനാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉറക്കെ ഏറ്റുചൊല്ലുക. ദിവ്യകാരുണ്യേശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യേശോയെ, എന്നെയും ഈ സമൂഹത്തെയും അങ്ങേ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മാനുഷികമായ ബലഹീനതയിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പാപങ്ങൾക്കും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു,
സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. നമുക്കെല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ഈശോയുടെ ദിവ്യകാരുണ്യത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സമീപത്ത് ഈ സമയം നമ്മളായിരിക്കുന്ന ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈശോയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുക എന്നത്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാണ് പകൽ മുഴുവനും അധ്വാനിച്ചതിന് ശേഷം സന്ധ്യ മയങ്ങുമ്പോൾ ശിഷ്യന്മാരെ എല്ലാവരെയും തനിച്ചാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് മലമുകളിലേക്കോ വിജനപ്രദേശത്തേക്കോ ഈശോ പോകും. ഈശോ എവിടേക്കാണ് പോകുന്നതെന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിരുന്നു താബോർ മലമുകളിലേക്ക് ശിഷ്യന്മാരെ ഈശോ കൂട്ടിക്കൊണ്ടുപോയി യേശുവിൻ്റെ രൂപാന്തരീകരണത്തിലൂടെ ഒരു പ്രാർത്ഥന അനുഭവമാണ് ശിഷ്യന്മാർക്ക് ഈശോ പങ്കിട്ട് കൊടുത്തത്. ആ ഒരു പ്രാർത്ഥന അനുഭവത്തിൻ്റെ ഒരു നിറഞ്ഞ സാന്നിധ്യമാണ് ഈ പരിശുദ്ധ ദേവാലയത്തിൽ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ വിശുദ്ധ നിമിഷങ്ങൾ. നമ്മെ അറിയുന്ന ഈശോയോടൊപ്പം, നമ്മെ സ്നേഹിക്കുന്ന ഈശോയോടൊപ്പം, നമ്മുടെ ആകുലതകളെല്ലാം ഏറ്റെടുക്കുന്ന ഈശോയോടൊപ്പമായിരിക്കുന്ന ഏറ്റവും ഹൃദയത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണിത്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടായിരിക്കും. യേശുവിൻ്റെ കൂടെയുള്ള ജീവിതത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ആവശ്യമാണ് യേശുവിൻ്റെ ശരീരത്തിൽ നാം ഓരോരുത്തരും പങ്കുകാരാകുന്നത്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെ ആ ഒരു സാന്നിധ്യം, ഒരു ഫിസിക്കൽ പ്രസൻസ് അവർ അനുഭവിച്ചു. യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ചു. ഈശോ ചെയ്ത അത്ഭുതങ്ങൾക്കെല്ലാം അവർ സാക്ഷ്യം നൽകി. യേശുവിൻ്റെ പ്രബോധനങ്ങൾ സ്വീകരിച്ചു. ഈശോ പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടായിരിക്കുമെന്ന് പഠിപ്പിച്ചു. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ശിഷ്യന്മാരിൽ പലരും, യേശുവിനെ അനുഗമിച്ചവരെല്ലാവരും ഈ വചനം കേട്ടപ്പോൾ യേശുവിൽ നിന്ന് അകന്നു പോയപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾക്കും പോകണമെങ്കിൽ പോകാമെന്ന്. എന്നാൽ പത്രോസ്ലീഹ പറഞ്ഞു, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ നിന്റെ പക്കലാണല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, ഈശോ നൽകിയ നിത്യജീവനാണ് ഈ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്നത്.
നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ശിഷ്യന്മാർ ആ ഫിസിക്കൽ പ്രസൻസ് അനുഭവിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ദൈവം വചനം മാംസമായി ഈ ഭൂമിയിൽ അവതരിച്ചു. വചനമാണ് ഒരു ജഡിക രൂപത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്നത്. ആ മനുഷ്യൻ്റെ സാന്നിധ്യം എന്നും നിലനിൽക്കുവാൻ വേണ്ടി അന്ത്യ അത്താഴ സമയത്ത് തൻ്റെ ശരീരം നിങ്ങൾക്കായി, മനുഷ്യർക്കായി, ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇത് വാങ്ങി ഭക്ഷിക്കുവിനെന്ന്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഈ ഭൂമിയിൽ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് നൽകുവാനുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനുഷികമായ ബലഹീനതകളും കുറവുകളുമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അവൻ വഹിച്ചു. വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ പാപങ്ങളെല്ലാം അവൻ അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി പാപത്തിൻ്റെ മോചനത്തിൻ്റെ ദ്രവ്യമായി കർത്താവായി ഈശോ മിശിഹ മാറി. എന്തിനു വേണ്ടി? നമുക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി. അവിടുന്ന് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. യോഹന്നാൻ പഠിപ്പിച്ചു, നിങ്ങൾ അനുതപിച്ച് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശുവിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ ആരംഭവും അതുതന്നെയായിരുന്നു. നിങ്ങൾ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിശുദ്ധ ബലിയിലെ സുവിശേഷ വചന ഭാഗത്തിൽ കർത്താവായ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ യുഗാന്ത്യത്തിൽ നാം ദൈവത്തോടൊപ്പം ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് കഴിയണം. നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവർത്തികളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് കഴിയണം. ഈ ലൗകിക സുഖങ്ങളെല്ലാം നൈമിഷികമാണ്. ഇതെല്ലാം തകർന്നു വീഴുവാൻ വേണ്ടി നിമിഷങ്ങൾ മാത്രം മതി. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപകളും അത് എന്നും നിലനിൽക്കുന്നു. അതിലൊരു കുറവും സംഭവിക്കുകയില്ല. അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്ന്. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. കൂടെയുള്ള കർത്താവിൻ്റെ ആ നിറഞ്ഞ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ആരാധിക്കാം, സ്തുതിക്കാം. അവിടുത്തെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോ അനുഗ്രഹത്തിൻ്റെ ആ വലിയ നീരുറവയിൽ നിന്ന് കർത്താവായ ഈശോയെ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ എല്ലാ നിയോഗങ്ങളിലേക്കും ആ കൃപകൾ വർഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരു കരങ്ങൾ കൂപ്പി, എൻ്റെ ജീവനേക്കാളും നീ വലിയതാണ് എനിക്ക് കർത്താവേ, അങ്ങേക്ക് ആരാധന ആരാധന. നമുക്കൊരുമിച്ച് പാടാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. നമ്മുടെ കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പാടാം. ആരാധന ഗീതമാ എന്നേശുനാഥ നീ, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. നമുക്ക് ഏറ്റുപാടാം. ആരാധന 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 ആരാധന. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആരാധന ആരാധന
നെഞ്ചോട് ചേർത്ത് നമുക്ക് തുടരാം. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പാടാം. ആരാധന 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 ആരാധന. നമുക്കെല്ലാവർക്കും മുട്ടുകളും അടക്കാം. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചേർന്നിടുന്നു. നമ്മുടെ ഇരു കരങ്ങൾ കൂപ്പി ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഈശോയുടെ ഈ വലിയ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവിടുന്ന് വചനങ്ങളിലൂടെ അരുളി ചെയ്യുന്നുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അരികിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഈശോയുടെ ദിവ്യകാരുണ്യത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സ്വകാര്യ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന അപേക്ഷ കത്തുകളെയും അതുപോലെ തന്നെ COVID-19 എന്ന മഹാമാരി ഈ ലോകം മുഴുവനെയും പിടിച്ചു കുലുക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് ഓർക്കാം. ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവരെയും ഈശോയുടെ വലിയ കൃപയും കരുണയും അനുഭവിക്കുവാൻ വേണ്ടി സഹായിക്കണമേ എന്ന് ആത്മാർത്ഥ നിറഞ്ഞ പ്രാർത്ഥന ദിവ്യകാരുണ്യ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഭക്ത്യാ വണങ്ങുക സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്താമി കൂദാശയെ. നവ്യനിയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവേദം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാണെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്ന് അവർക്ക് അപ്പമേകിയല്ലോ.
എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം തന്നരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എന്നുമെന്നും ഓസ്തിയായി ജീവനേകും സ്നേഹമേ, എന്നിലെന്നും വാസമായി നീയലിഞ്ഞു ചേരണം. തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം. തിരുവോസ്തിയായിൻ ഉള്ളിൽ സ്നേഹത്തിൻ മധുവായി, വരദാനമായിൻ ഹൃത്തിൽ ജീവൻ്റെ നനവായി, ഒഴുകിയിറങ്ങുന്ന കാരുണ്യമേ, തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം. തണലാകണം നീ, നിറവാകണം, ഒരുപാടു സ്നേഹത്തിൻ കടലാകണം.